എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ സ്വാഗതം. സീക്രട്ട് ഏജന്റ് എന്റെ പൊന്ന് സായി അണ്ണന് പേഴ്സണലായിട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇടിച്ചോ തെറി വിളിച്ചോ അങ്ങ് തീർക്കുക. അല്ലാതെ ഈ പേഴ്സണൽ ഗ്രഡ്ജ് ഒക്കെ വെച്ചിട്ട് ഒരു സിനിമയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഇന്നലെ അണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ കൂട്ടുകാരാ, ഈ ഒരു വീഡിയോയുടെ ഒരു 4-ാമത്തെ മിനിറ്റ് ഒന്ന് നീ കാണും, എന്നിട്ട് എന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പം ഒരു വീഡിയോ അയച്ചു തന്നപ്പോഴത്തേക്ക് 4-ാമത്തെ മിനിറ്റ് മാത്രം ഞാൻ കണ്ടിട്ട് കാര്യമില്ല. ഞാനപ്പോ അതിന്റെ തുടക്കം ഒന്ന് കണ്ടു. തുടക്കം കണ്ടപ്പോഴത്തേക്ക് അതിന്റെ തുടക്കം തന്നെ ഇച്ചിരി വശപ്പശകായിട്ട് എനിക്ക് തോന്നി. അതിന്റെ തുടക്കത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് അതിനെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് 4-ാമത്തെ മിനിറ്റിലോട്ട് പോവാം. വീണ്ടും ഞാൻ പറയുന്നു, സായി എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ല കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. പക്ഷെ കണ്ട ഒരു തെറ്റ് അതെനിക്ക് പറയണമെന്ന് തോന്നി, ഞാനിതിവിടെ പറയുന്നു. കാരണം ചെറിയൊരു തെറ്റൊന്നും അല്ല ഇത്. ഇച്ചിരി ഒന്ന് കിഴിഞ്ഞ ബുദ്ധിയുള്ളവനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിടി കിട്ടും അണ്ണൻ എന്തുകൊണ്ടാണ് ഈ പരിപാടി കാണിച്ചതെന്നുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ കാണാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഹീറോ ആയിട്ട് വരുന്ന ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി മാർക്കോന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു സിംഗിൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് മാർക്കോ സിംഗിളിന് വേണ്ടിയിട്ട്. ബ്ലഡ്, അത് നമ്മളെ റവി ബസ്റൂറും പിന്നെ ഡാബ്സി അവരുടെ ഒരു കോമ്പോയിലാണ് മാർക്കോയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നത്. നവംബർ 22-ാം തീയതി 5 മണിക്ക് വരും എന്ന് പറഞ്ഞ ടൈമിൽ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കണ്ടു. Unfortunately, Marco first single Blood YouTube video was temporarily taken down due to claims that our content promotes extreme violence. While this was never our intention, we're revising the video to meet guidelines and will re-upload it soon. അതായത് ഭയങ്കര വയലൻസ് ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അടിച്ചു യൂട്യൂബിൽ, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ 5 മണിക്ക് വരും എന്ന് പറഞ്ഞ സിംഗിളിന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കെന്തോ അതൊരു പ്രൊമോഷൻ ടാറ്റിക്സ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബിക്കോസ് എക്സ്ട്രീം വയലൻസ് ആണ്. കാരണം ഈ സിനിമേൻ്റെ ഒരു പ്രൊമോഷൻ ടാറ്റിക്സ് തന്നെ കംപ്ലീറ്റ് വയലൻസ്, എക്സ്ട്രീം വയലൻസ്, പ്രോമാക്സ് വയലൻസ് ഉള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ. ബിക്കോസ് അങ്ങനത്തെ ഒരു എന്താ പറയുക, എക്സ്ട്രീം വയലൻറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ വരുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷനുമാണ്. അതൊരു ഹൈ ക്വാളിറ്റി ടോപ്പ് നോച്ച് സാധനമാണെന്നുള്ളത് ലാസ്റ്റ് ഇറങ്ങിയ സിനിമേൻ്റെ പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഹൈ ക്വാളിറ്റി ടോപ്പ് നോച്ച് എന്നൊക്കെ അണ്ണൻ പറയുന്നുണ്ട്. അണ്ണന്റെ എക്സ്പെക്ടേഷൻ ഭയങ്കര വലുതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ പടത്തിന്റെ ട്രെയിലർ കണ്ടവർക്കറിയാം, ഇതിനകത്ത് നല്ല രീതിയിലുള്ള വയലൻസ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരും നമ്മളോട് പറയേണ്ട കാര്യമില്ല. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി മൂലമുള്ള ഏതൊരുത്തരും മനസ്സിലാവും നല്ല രീതിയിലുള്ള വയലൻസ് ഈ പടത്തിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവർക്ക് ഇത് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തിനാ ഇവർ വീണ്ടും ഇത് തന്നെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തോ? അവർക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തൂടെ? ഓൾറെഡി ട്രെയിലറിനകത്തുണ്ട് അതൊരു വയലൻസ് പടമാണെന്ന്. നമുക്ക് കാണുമ്പോൾ തന്നെ മറ്റേ നാക്കിന്റെ ഒരു സാധനമൊക്കെ ഉണ്ട് എൻ്റെ മോനെ. അതൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാ, ഇല്ലേ? പിന്നെ അത് പോട്ടെ, അണ്ണൻ അത് പറയുന്നുണ്ട്. അത് പറഞ്ഞ് ചിലപ്പോൾ അവർ കൂടുതൽ പ്രൊമോഷന് വേണ്ടി ചെയ്ത കളിയായിരിക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അണ്ണ, നിങ്ങളൊരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ? ഈ സിനിമ റിലീസ് ആയിട്ടില്ല. റിലീസ് ആവാത്തൊരു സിനിമയെ പറ്റി നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ എക്സ്പെക്ടേഷൻ ആ പടത്തിന് വെച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ചാനൽ വഴി മറ്റുള്ളവരോട് പറയുന്നത്? നിങ്ങളത് പറയുമ്പോൾ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ കൂടിയാണല്ലോ. നിങ്ങളത് പറയുമ്പോൾ ആൾക്കാരിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ഓക്കെ, സായി ഇത് പറഞ്ഞു, പടം അപ്പൊ ഇത്രയും വലിയ ഗംഭീര പടമായിരിക്കും എന്നും പറഞ്ഞായിരിക്കും ആൾക്കാർ പടത്തിന് പോകുന്നത്. നമ്മളിങ്ങനെ, നിങ്ങളാണെങ്കിൽ പോലും ഞാനാണെങ്കിൽ പോലും ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും കൂടെയാണ്, നമ്മൾ ഏതൊരു പടമാണെങ്കിൽ പോലും നമ്മളൊരു എക്സ്പെക്ടേഷനോട് കൂടി നമ്മൾ ആ ഒരു സിനിമയ്ക്ക് പോയാൽ നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല, ഇല്ലേ? നിങ്ങൾ പറ, നിങ്ങൾ എക്സ്പെക്ടേഷനോട് ഗംഭീര പടമായിരിക്കും എന്ന് പറഞ്ഞ നമ്മളൊരു പടത്തിന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു സിനിമയ്ക്ക് പോയാൽ എന്തായിരിക്കും? നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമാണെങ്കിൽ. ആസ് എ സിനിമ റിവ്യൂവർ ഈ വ്യക്തി എന്തായിരുന്നു അവിടെ ചെയ്യേണ്ടത്? ഇതൊരു ഹൈ ക്വാളിറ്റി, മറ്റേ തേങ്ങ മറിച്ചേ തേങ്ങ, ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് എനിക്ക്, ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവും ഇല്ല. ഇത് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പറ, അടിപൊളി പടമാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുമ്മുണ്ട് കേൾക്കാൻ. ഇത് അതിന് മുമ്പ് ഈ ഒരു പോസിറ്റീവ് പറഞ്ഞ് മറ്റേ നല്ലത് പറഞ്ഞ് ഊക്കുക എന്ന് പറയുന്ന ഒരു കേസില്ലേ,
ഏതാണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെയാ തോന്നിയത് ഈ അണ്ണൻ ഈ പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക്. എക്സ്പെക്ടേഷൻ വാരി വിതറി കൊടുക്കുക ആൾക്കാരിലേക്ക്, എന്നിട്ട് ആൾക്കാർ പോയി പടം കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോകണം. അണ്ണൻ ആ ഒരു പരിപാടിയാണോ ഉദ്ദേശിച്ചത് ഇവിടെ? അല്ല, അണ്ണന് മറ്റേ അണ്ണനൊരു ഡൗട്ട് വന്നില്ലേ, ഇതവരെന്താ മറ്റേ ഒരു പ്രൊമോഷന് വേണ്ടി അവർ ചെയ്തതാണോ? അതുപോലെ എനിക്ക് ഒരു ഡൗട്ട് തോന്നി അണ്ണൻ ഈ പരിപാടി കണ്ടപ്പോഴത്തേക്ക്. ഇത് മറ്റേ പൊക്കിയെടുത്ത് മറ്റേ കുടിയിലടിക്കാനുള്ള ഒരു പരിപാടിയാണോ എന്ന്, ആരോടോ ഉള്ള ഒരു പേഴ്സണൽ പരിപാടി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ കളിച്ച കളിയാണെങ്കിൽ വളരെ ചീപ്പായി പോയാൽ. അതും പോട്ടെ, എടോ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ, ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ, റിലീസ് ആവുന്നതിന് മുമ്പ് നിങ്ങളെപ്പോ ഒരു റിവ്യൂർ വന്നിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ എന്തിനിങ്ങനെ വാരി വിതറുന്നു? നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു സിനിമ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അത് സിനിമാക്കാരാണെങ്കിലും പണ്ടോട്ട് ഏതൊരു സിനിമയുടെ അണിയറ പ്രവർത്തകരാണെങ്കിലും പറയുന്നതാണ്, എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് പോയത്. ഇത്തിരി ബുദ്ധിയുള്ള ഏതൊരു ഡയറക്ടർ പറയുന്നത് ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഒരു എക്സ്പെക്ടേഷനും ഇല്ല, നിങ്ങൾ വിചാരിച്ച പോലൊന്നും അല്ല എന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുപോകാൻ നോക്കും തിയേറ്ററിൽ. അവിടെ ചെന്ന ആൾക്കാർ അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് അവരൊരു ബൂസംസ് വരും. ഇത് ചുമ്മാ വന്നിട്ട് അങ്ങനെ എക്സ്പെക്ടേഷൻ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പൊക്കിയടിച്ച് നാട്ടുകാരുടെ മനസ്സിലേക്ക് വലിയ എന്തോ സാധനം വെച്ചു കൊടുത്തിട്ട് അവിടെ ചെന്ന് മറ്റേ വെറുപ്പിക്കുക. അണ്ണാ ആ കളിയുണ്ടല്ലോ വെറും വൃത്തികെട്ട കളിയായി പോയണ്ണ. അണ്ണന്റെ ഈ തുടക്കത്തിലെ ഇത്രയും മോശം കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തു പോയി. നിങ്ങളുടെ ഈ ഒരു പറച്ചിലിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോയിൽ അണ്ണൻ പറയുന്ന ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡബ്സിയുടെ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പടത്തിന്റെ കേസുമായിട്ട് മാർക്കോയുടെ കേസില് ഒരു പാട്ട് കഴിഞ്ഞ ദിവസം, ഇന്നലെ അല്ല, ഞാനിത് രാത്രി എടുക്കുന്നുണ്ടായിരുന്നു, സോറി, ഇന്നലെ എന്ന് പറഞ്ഞ്, നമ്മുടെ ഡബ്സിയുടെ ഒരു സിംഗിള് ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പാട്ട് കേട്ടു. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട്, അത് വേണമെങ്കിൽ സായി പറയുന്നത് കേൾപ്പിച്ചിട്ട് വേണം, വേണ്ട അത് ഞാൻ കേൾപ്പിക്കാം. ഒരു മെയിൻ ഒരു സാധനം ഉണ്ട്, അതിന്റെ ഊക്കാണ് അണ്ണന്റെ കമന്റ് ബോക്സിലാണ് കിട്ടുന്നത്, അത് ഞാൻ കേൾപ്പിക്കാം. ഞാനത് കേട്ടിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഡബ്സിയുടെ ആ ഒരു വേർഷൻ ഓഫ് ട്രാക്ക്, മിക്സിംഗ് ഒക്കെ കുറെ പേര് പറയുന്നത് കേട്ടോ, അതിനകത്തെ മിക്സിങ്ങിന്റെ ഇഷ്യൂ ആണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഡബ്സി പാടിയ ആ ഒരു ട്രാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ട്രാക്ക് എന്ന് പറയാൻ പറ്റും എന്തോ എനിക്കെന്തോ അതൊരു ഗുമ്മായിട്ട് അങ്ങോട്ട് തോന്നിയില്ല. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയട്ടെ നിങ്ങളോട്. ARM എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്, അങ്ങുവാനം എന്ന് പറഞ്ഞൊരു പാട്ട്. ഈ പാട്ട് വൈക്കം വിജയലക്ഷ്മി ചേച്ചിക്ക് പകരം ചിത്രയോ സുജാതയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെയിനായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫീമെയിൽ ആക്ടറോ വന്ന് പാടിക്കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടുമായിരുന്നോ? സിമ്പിൾ ആയിട്ട് ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. കിട്ടുമായിരുന്നോ? ഇല്ല. ആ ട്രാക്ക് അവർക്ക് വേണ്ടിയുള്ളതാണ്, അത് അവര് പാടിയാലാണ് അതിന്റെ ഒരു ബ്യൂട്ടി വരുന്നത്. അത്രേ ഉള്ളൂ. ഡബ്സിയുടെ പാട്ടുകൾ കൊള്ളില്ലാതെ ഞാനൊരിക്കലും പറയില്ല. ഇലുമിനാറ്റി അങ്ങനെ ഇപ്പോഴും കടന്ന് ജില്ല അങ്ങനത്തെ ട്രാക്കുകൾ ഡബ്സിക്ക് പറ്റും, അല്ലെങ്കിൽ ട്രാക്ക് പുള്ളിക്ക് പറ്റും സാധനങ്ങൾ. പക്ഷെ ഇതിന് പുള്ളി അല്ലായിരുന്നു ഷൂട്ട്. അത്രയും മാത്രമേ ഈ ഒരു സിംഗിൾ വേർഷൻ വന്നപ്പോഴത്തേക്ക് അതിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ആൾക്കാർ എല്ലാവരും ഇത് തന്നെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവര് പുതിയൊരാളെ വെച്ചിട്ട് ഒരു ട്രാക്ക് ഒന്നുകൂടെ അത് ഇട്ടു, അത്രേ ഉള്ളൂ. നമ്മുടെ KGF അയ്യോ ഞാൻ പുള്ളിയുടെ പേര് മറന്നുപോയി, സോറി, ട്രാക്ക് പുതിയത് വന്നു, ഇത്രേ ഉള്ളൂ. അവിടെ കഴിഞ്ഞു. അല്ലാതെ അതിനകത്ത് വലിയ പ്രൊമോഷന്റെ എന്തോ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് ആൾക്കാരെല്ലാരും പറഞ്ഞു, അവർക്ക് തോന്നിക്കാണു ഓക്കെ അപ്പൊ ബെറ്റർ ആയിട്ടൊരു സാധനം കൂടെ ചെയ്തേക്കാം, അവര് ചെയ്തിറക്കി, അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ അതിനകത്ത് വേറെ തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകൾ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ. സായി അത് പറയുന്നുണ്ട്, അതിനകത്ത് സായി ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സായി അത് പറയുന്നുണ്ട്, ഇത് പ്രൊമോഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഞാനിവിടെ പേഴ്സണലി മെയിൻ ആയിട്ട് എടുത്ത് കുത്താനുള്ള അല്ലെങ്കിൽ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഈ എക്സ്പെക്ടേഷന്റെ കേസ് ഒന്നും വന്നിരുന്ന് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഇരുന്ന് അടിക്കരുത്. അത് സിനിമയെ തകർക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് സിനിമയിലെ അണിയറ പ്രവർത്തകർ അത് പറയുന്നില്ല, ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ? ഞാൻ കേട്ടില്ല. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിലുള്ള ഒരാൾ പോലും അത് പറയത്തില്ല. ഞങ്ങൾക്ക് വളരെ കുറവായിരിക്കും, കാണും ആരെങ്കിലും ഒക്കെ പറയുന്നത്. പക്ഷെ എന്നാലും ഇൻഡുയിറ്റ് നല്ലൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഡയറക്ടർ അയാൾ ഒരിക്കലും പറയില്ല ഭയങ്കര സാധനമാണ് വരാൻ പോകുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒക്കെ അപ്പുറമായിരിക്കും, പറയില്ല. കാരണം അങ്ങനല്ല ആൾക്കാർ തിയേറ്ററിൽ വരുന്നത്. ഒരു പ്രതീക്ഷയില്ലാതെ ചെല്ലുക, അപ്പൊ കിട്ടും ജനങ്ങൾക്ക് ഒരു ഗുമ്മ്, ഒരു പടം കാണുമ്പോൾ ഉള്ള. അതാണ് വേണ്ടത്. ഇനി ഞാൻ വേറൊരു പോർഷനും കൂടെ, സായിയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ 4ാമത്തെ മിനിറ്റിലുള്ള പരിപാടി എന്താണെന്ന്, നിങ്ങൾ ഒന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ആക്ച്വലി ഞാൻ ഹോണസ്റ്റ്ലി പറയാലോ, ഫസ്റ്റ് ഈ പാട്ട് കേട്ട സമയത്ത് എനിക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായത്. അതായത് ഇതിൻ്റെ ബീറ്റ് ഒരു വഴിക്ക്, ഡാബ്സിയുടെ വോക്കൽ വേറൊരു വഴിക്ക് പോകുന്നു. ചേട്ടാ ഇതെന്താ ഇങ്ങനെ, ലിറിക്സ് അത്ര ക്ലിയർ അല്ല എന്നുള്ളത് എനിക്കും പേഴ്സണലി ഫീലായി. അപ്പം ഞാൻ കേട്ടത് ടാബിലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ലേറ്റർ ഓൺ ഫോണിൽ ഒന്നുകൂടി, ടാബിലെ സൗണ്ട് കുറച്ചൊരു സീനായതുകൊണ്ട് ഞാൻ അഗൈൻ ഫോണിൽ ഒന്നുകൂടി കേട്ടു. ഇന്നിപ്പോൾ ഞാൻ കാറിലൊന്ന് പ്ലേ ചെയ്ത സമയത്ത് എനിക്കത് അത്ര മോശമായിട്ട് പേഴ്സണലി ഫീൽ ആയില്ല. എനിക്ക് തോന്നിയടാ വലിയ മോശമുണ്ടോ? ഇല്ലല്ലോ.
ആണോ? ഫ്രണ്ട് പറയുന്നുണ്ട് വലിയ മോശം ഇല്ലാന്ന് പറയുന്നത്. കാരണം എനിക്കും തോന്നി ഇതിൽ ലൗഡായിട്ട് കാറിലെ സ്പീക്കേഴ്സിൽ വെച്ച സമയത്ത് അത് വലിയ മോശമുള്ള സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. കുറച്ച് ലൗഡ് ആയതുകൊണ്ട് ഈ ചെലമ്പലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഒരു തരം ആ വോക്കലിനെ കൊടുത്തിട്ടുള്ള ഒരു BGM സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നത് കൊണ്ടും ആൻഡ് ഡാപ്സിക്ക് ഭയങ്കര ഒരു ട്രബിളുള്ള വോയിസ്, ബാസിനേക്കാൾ കൂടുതൽ ഇതിനകത്തൊരു ട്രബിളി വോയിസ് ആണ് കേൾക്കുന്നത്. അതുകൊണ്ടാവും നാട്ടുകാർക്ക് അത് ട്രബിളായിട്ട് തോന്നിയിട്ടുണ്ടാവുക. സോ എന്താണെങ്കിലും ഇറങ്ങിയിട്ട് ഏകദേശം 10 ലക്ഷം വ്യൂസ് ഒക്കെ ആവാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾ കേട്ടല്ലോ. ഇതിനകത്ത് അണ്ണൻ വളരെ നോർമലായിട്ട് അങ്ങ് പറഞ്ഞു പോയിടും. തെറ്റൊക്കെ ആരാണെങ്കിലും പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴാണെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരും. ചില വേർഡുകൾ പറയുമ്പോൾ തെറ്റ് വരാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അണ്ണനകത്ത് പറഞ്ഞൊരു കാര്യം, നാട്ടുകാര് അങ്ങ് പൊങ്കാലക്കെടുത്തു. സംഗതി എന്താന്നല്ലേ, എല്ലാവർക്കും തിയേറ്ററിൽ കാറ് കൊണ്ടുപോയി പാട്ട് കേൾക്കാം, എല്ലാവരും നാളെ കാർ വാങ്ങണം, അല്ലെങ്കിൽ ആ പാട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ സിനിമ കാണാൻ പോകുന്ന എല്ലാവരും കാറ് കൊണ്ട് തിയേറ്ററിൽ ഇടിച്ചു കയറ്റണം. കാര്യം മനസ്സിലായല്ലോ. അണ്ണാ കാറിലിരുന്ന് കേട്ടപ്പോഴത്തേക്ക് മറ്റേ ഗുമ്മായിരുന്നു എന്നുള്ളൊരു സാധനം പറഞ്ഞതിനാണ് നാട്ടുകാർ ഇപ്പൊ പൊങ്കാല ഇട്ടോണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അണ്ണന്റെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അണ്ണൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനതൊന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു കമന്റുകൾ കണ്ടിട്ടാണ് എനിക്ക് ഒരാളിത് ഷെയർ ചെയ്തിട്ട് ഈ ഒരു പോഷൻ നോക്കാൻ പറയുന്നത്. പക്ഷെ അണ്ണന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അവിടെ. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് എടുത്തൊന്നും പറയാനില്ല. പിന്നെ അണ്ണ ഈ കാറിലെ സ്പീക്കേഴ്സിൽ മാത്രമല്ല അണ്ണ, പുറത്തൊക്കെ വെച്ചൊക്കെ നമ്മളൊക്കെ നമ്മുടെ ചെറിയ ബ്ലൂടൂത്തിലൊക്കെ ഇട്ട് കേട്ടിട്ടൊന്നും വലിയൊരു പറഞ്ഞില്ല. അത് ആ ഒരു പുള്ളിയുടെ വോയിസ് ആ ഒരു ഇതിന് ഷൂട്ട് ആവുന്നില്ല, അതങ്ങോട്ട് എഴുകി ചേരുന്നില്ല. അത്രേ ഉള്ളൂ സീൻ, അല്ലാതെ വേറൊന്നും അല്ല. അതിപ്പോ പുതിയ ആള് പാടിയപ്പോഴത്തേക്ക്, പക്ഷെ ഞാൻ അയാളുടെ പേര് മറന്നു പോകണം, അല്ലെങ്കിൽ നോക്കാൻ പോകണം. നമ്മുടെ KGF-ലൊക്കെ അപ്പോട്ടെ വാട്ടവർ എന്താണെങ്കിലും വിങ്കി. സോ വിങ്കി എന്ന് തന്നെയല്ല, യെസ് വിങ്കി. വിങ്കിയുടെ സാധനം എന്തായാലും കുറച്ചും കൂടെ ഒരു ഗുമ്മ് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ മിക്സിങ്ങിലൊന്നും വലിയ ചേഞ്ച് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രസമുണ്ട്, ആ ഒരു ഗുമ്മൊക്കെ പോകുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഡബ്സിയുടെ വോയിസ് അവിടെ ആ ഒരു ഗുമ്മ് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അതല്ല വലിയ 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 കാര്യമായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് അവന്റെ പ്രൊഡക്ഷനത്തെ പ്രൊഡ്യൂസറൊക്കെ ആണെങ്കിലും ചേഞ്ച് ഒന്നും ചെയ്തു കൊടുത്തു. ആൾക്കാരും ഇത്രയും പറഞ്ഞല്ലേ, അത്രേ ഉള്ളൂ അതിനകത്ത് ഇഷ്യൂ. പക്ഷെ അണ്ണന്റെ ഈ പാട്ട് കാറിലെ പ്രശ്നം കുറച്ച് ഗുരുതരമായി പോയണ്ട. പുതിയത് ഇറക്കിയിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്, കണ്ടു നോക്ക്. ഇതിപ്പോ സിംഗറിന്റെ കാര്യമായോണ്ട് നിങ്ങൾ ന്യായീകരിക്കുന്നു. ഉണ്ണിയേട്ടന്റെ ആക്ടിങ് സംബന്ധിച്ച കാര്യമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുറ്റം കണ്ടുപിടിക്കാമായിരുന്നില്ലേ? അണ്ണാ ഇത് അണ്ണനുള്ള ചോദ്യമാണ് കേട്ടോ അണ്ണ. ഹേറ്റ് ഒന്നുമല്ല, ഒട്ടും കൊള്ളത്തില്ലാത്ത കൊണ്ട് ഓഡിയൻസ് റിയാക്ട് ചെയ്തതാണ്. ഇപ്പൊ പാടാൻ അറിയാവുന്ന പാടിയപ്പോൾ സൂപ്പർ ആയില്ലേ? അങ്ങനെയുള്ള ടപ്സിക്ക് പാടാൻ അറിയത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇതിന് പുള്ളി ഷൂട്ടായില്ല, അത് അത്രേ ഉള്ളൂ. എന്നാ പിന്നെ എല്ലാരും തിയേറ്ററിൽ കാർ എടുത്ത് കയറട്ടെ. ഭൂരിഭാഗവും ഫോണിലല്ലേ കേൾക്കുന്നത്, ഇത് കേൾക്കാനായിട്ട് കാറ് വാങ്ങാൻ പറ്റുമോ? ശരിയാണ്, അങ്ങനെയുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മളെല്ലാരും അണ്ണാ ഫോണിലൊക്കെ, ഇല്ലെങ്കിൽ സ്പീക്കേഴ്സിൽ. കാറിലും കേൾക്കുന്നവരുണ്ട്, ഇല്ല എന്നൊന്നും അല്ല. പക്ഷെ കാറിൽ നിന്ന് കൂടുതലും ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ചില്ല് ചെയ്ത് പോവാണോ, ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ, ഒരു ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഈ പാട്ടൊക്കെ ഇട്ട് കേൾക്കോ അണ്ണാ? അണ്ണൻ ഇങ്ങനെയൊക്കെ കാറിനകത്തിരിക്കുന്നവര് മാത്രം അപ്പൊ കേട്ടാൽ മതി എന്നാണോ അണ്ണൻ പറയുന്നത്? കാറിനകത്ത് ഗുമ്മായിരുന്നു, ബാക്കി കേൾക്കുമ്പോ അത്രയും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഊക്കും. നമ്മൾ കേൾക്കണം അണ്ണാ, എനിക്കിട്ട് കിട്ടും, ചിലപ്പം കേൾക്കണം, അല്ലാതെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. നിന്റെ ഫ്രണ്ട് പാട്ട് മോശമാണെന്ന് പറഞ്ഞാൽ അവനെ നീ ചവിട്ടി പുറത്താക്കൊന്ന് പേടിച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞതാ അണ്ണനോടാ കേട്ടോ അണ്ണ. അപ്പൊ എന്റെ പൊണ്ണണ്ണ, അണ്ണൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത്. അല്ല ഇത് അണ്ണനെ ഞാനൊന്നും പറയുന്നില്ല. കാറിന്റെ കേസ് അണ്ണൻ പറഞ്ഞത് അണ്ണൻ ഇങ്ങനെ പറയട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കൂടുതൽ അതിനകത്തൊന്നും പറയാനില്ല. നാട്ടുകാരുടെ അടുത്ത് പൊങ്കാലൊക്കെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. വാട്ടവർ, അതിനകത്ത് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റേ പരിപാടി അത് അത്ര നല്ല പരിപാടിയല്ല. ഒരു റിവ്യൂവർ അങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത്. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒക്കെ എനിക്ക് മറ്റേടത്തെ എക്സ്പെക്ടേഷൻ ആണ്, ടോപ്പ് നോച്ച്, ടോപ്പ് പൂച്ച് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അത് ചെയ്യുന്ന ഒരു തെറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായം അത്. ഒരിക്കലും അത് ചെയ്യരുത്. അത് ആൾക്കാരിലേക്ക് ബമ്പം പടവാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവര് പോയി കാണുമ്പോഴത്തേക്ക് മടുക്കടോ. നിങ്ങളാണെങ്കിൽ പോലും, ഞാനാണെങ്കിൽ പോലും ഒരു പടം ഗംഭീരമാന്നൊക്കെ പറഞ്ഞു പോയിരുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെടത്തില്ല. ലാസ്റ്റ് ഇറങ്ങിയിട്ട് ആ സിനിമയെ തെറി പറയേണ്ടി വരും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു ടൈപ്പ് ഓഫ് ഡീഗ്രേഡിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊരുക്കുകയാണ്. മിസ്റ്റർ സായി കൃഷ്ണ, നിങ്ങൾ അവിടെ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ, ഞാൻ അത് പിടിച്ചിട്ട് അഞ്ചത്ത് കയറല്ലേ? സീരിയസ്ലി, ഒരു ടൈപ്പ് ഓഫ് ഡീഗ്രേഡേഷൻ തന്നെ നിങ്ങൾ അവിടെ തുടക്കം കുറിച്ച് കൊടുത്തിരിക്കുക. അതെന്താ ഈ ഉണ്ണിമോന്തന്റെ പടമായതുകൊണ്ടാണോ ചേട്ടാ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടന്? ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടോ ആ സാധനമൊക്കെ? എനിക്ക് അറിയത്തില്ല. യൂട്ട്
ഇങ്ങനെയുള്ള പേഴ്സണൽ ഗ്രഡ്ജുകളൊന്നും വെച്ച് നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ഈ ഒരു കേസ് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അയച്ച നാളെ വരെ എന്നോട് ഈ ഒരു കേസ് എന്നോട് എടുത്ത് പറഞ്ഞത്, ഈ പടത്തിന്റെ കേസിൽ എന്താണ് ഇവർ അടുത്ത ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് കാറിനകത്ത സൗണ്ടിന് അതുപോലെ ഇതുപോലെ ഇങ്ങനത്തെ ചെറിയ സാധനമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നൊക്കെയാണ് ചോദിച്ചത്. അതുകൂടാതെ എനിക്കിത് അയച്ചു തന്ന സമയത്ത് വേറെ 1-2 ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എന്നോട് ജസ്റ്റ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതെന്താണ് ഈ കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതും തുടക്കം നിങ്ങൾ കേട്ടല്ലേ എങ്ങനെയാ തുടങ്ങുന്നതെന്ന്. അപ്പൊ ആ സാധനമൊക്കെ കേട്ടപ്പം പല ആളുകൾക്കും പല ടൈപ്പ് ഓഫ് ഡൗട്ട് വരും. പൊന്നു ബ്രോ, ഇങ്ങനത്തെ സാധനത്തിലൊന്നും എന്തിനാ, ലീവ് ഇറ്റ്. സിനിമയാണ്, സിനിമ ഇൻഡസ്ട്രിയാണ്, നശിപ്പിക്കാതിരിക്കുക ഒരു സിനിമയും. ഒരുപാട് പേരുടെ, ഞാൻ നിങ്ങളെ പോലെ അത്ര വലിയ കഥ പറയാൻ വലിയ മിടുക്കരൊന്നുമില്ല, പക്ഷെ എന്നാലും അറിയാവുന്നതുകൊണ്ട് പറയുവാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടൊക്കെ ഉള്ളതല്ലേ ഒരു സിനിമ. തകർക്കാൻ നോക്കാതിരിക്കുക. ഓക്കെ, ഇത് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നവര് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയാതെ പോയിട്ട് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.